നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ എല്ലാവരും കൊടുക്കുക. ഇതിന്റെ എക്സാം ഡേറ്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസം എന്തൊക്കെയാണ് ഈ പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, പുതിയ SCRT പഠിക്കണമോ പഴയ SCRT പഠിച്ചാൽ മതിയോ, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്ക് എങ്ങനെയാണ് പഠിച്ചു മാറ്റേണ്ടത്, ആ 20 മാർക്കും ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്, എത്ര മാർക്ക് നേടിയാൽ ഈ പറയുന്ന B2 ഫോറസ്റ്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഇത്രയും സംശയങ്ങൾക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മറുപടി പറയുന്നത്. അപ്പൊ എക്സാം ഡേറ്റ് നിർണായകമാണ്. എക്സാം ഡേറ്റ് കലണ്ടർ നിങ്ങൾ കാണുന്ന കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഡിസംബർ 20-നാണ് എക്സാം ഡേറ്റ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഏകദേശം 2.5 മാസം അല്ലെങ്കിൽ 2 മാസം ആയിക്കോട്ടെ 2.5 മാസം ആയിക്കോട്ടെ എത്ര മാസം ആയിക്കോട്ടെ അത്രയും ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഉഷാറായി പഠിച്ചാൽ ഈ ഡിസംബർ 20-ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നടക്കുന്ന B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ആദ്യ റാങ്ക് നമ്മൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. 9 ടോപ്പിക്കുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 9 ടോപ്പിക്കുകളുണ്ട്. ഒന്ന് സ്പെഷ്യൽ ടോപ്പിക് ആണ്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേശ്ശെ ഉള്ള പ്രധാനപ്പെട്ട ഏരിയ, അവിടെയും പ്രധാനപ്പെട്ട GK പോർഷൻ ഉണ്ട്. വന്യജീവിയുമായി ബന്ധപ്പെട്ട ഏരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ IT ആക്ടുമായി ബന്ധപ്പെട്ട് 2 മാർക്ക്, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട മാർക്ക്, അതെല്ലാം കവർ ചെയ്യുമ്പോൾ 20 മാർക്ക് നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടും. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് നിർണായകമാണ്. B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് നിർണായകമാണ്. ഇനി ഇംഗ്ലീഷ് 10 മാർക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 10 മാർക്കാണ്. അതിൽ വൊക്കാബുലറി പഠിക്കണം, ഗ്രാമർ പഠിക്കണം. ദെൻ മാത്സിൽ 10 മാർക്ക്, മലയാളത്തിലും 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് 10 മാർക്ക് നിർണായകമാണ്. നേരത്തെ 20 മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഓരോ പ്രിലിമിനറി പരീക്ഷയിൽ. ഇപ്പൊ കറണ്ട് അഫേഴ്സ് ഈ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് 10 മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നത്. അപ്പൊ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട ദുരന്ത സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അതാണ് കറണ്ട് അഫേഴ്സിൽ 2025 വരെയുള്ള കറണ്ട് അഫേഴ്സ് ഉറപ്പായി നമ്മൾ പഠിച്ചു മാറ്റണം. ദെൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 മാർക്ക് ഇന്ത്യൻ ഭരണഘടന. ദെൻ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം അതിൽ തന്നെ ചരിത്രത്തിൽ തന്നെ 3 ചരിത്രമുണ്ട്. ലോക ചരിത്രമുണ്ട്, ഇന്ത്യ ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്. ഭൂമിശാസ്ത്രം അങ്ങനെ തന്നെ ലോക ഭൂമിശാസ്ത്രമുണ്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രമുണ്ട്, കേരള ഭൂമിശാസ്ത്രം. ആ 3 ഏരിയ കവർ ചെയ്യുമ്പോഴാണ് 5 മാർക്ക്. ദെൻ എക്കണോമിക്സിൽ ഈ പറഞ്ഞ നാഷണൽ ഇൻകം, 5 ഇയർ പ്ലാനിങ്, പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകൾ, ഇതൊക്കെ കവർ ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ 5 മാർക്ക്. അങ്ങനെ മൊത്തവും ചരിത്രവും ഭൂമിശാസ്ത്രവും എക്കണോമിക്സും കൂടെ നമ്മൾ കവർ ചെയ്യുമ്പോൾ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ 100-ൽ ഏകദേശം 80-ലധികം മാർക്ക് ഇത്രയും ടോപ്പിക്കിലൂടെ നമ്മൾ നേടുക. ഇനി ഈ 80-ലധികം മാർക്ക് എന്ന കേസ് നമ്മൾ പറഞ്ഞു. ഈ ബാക്കിയുള്ള സയൻസ് ഫാക്ട് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പൊതുജനാരോഗ്യം, ബയോളജി മേഖലയുണ്ട്, കലാ സംസ്കാരം എന്നറിയപ്പെടുന്ന മേഖലയുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്ത് കഴിഞ്ഞാലും ഒരു 85-ൽ കൂടുതൽ മാർക്ക് ഈസി ആയി സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈസി എന്ന് പറയുമ്പം അതിനനുസരിച്ച് പഠിക്കണം, അതിനനുസരിച്ച് എഫേർട്ട് ഇടണം, അതൊരു വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി ആയിരിക്കണം കൃത്യമായി പഠിച്ചു പോകണം. അതിൽ തന്നെ സിലബസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഇത്തിരി അപ്ഡേഷൻ ആയിട്ടുള്ളത് അതിനകത്ത് ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ ചരിത്രത്തിൽ 5 മാർക്ക് ചരിത്രത്തിനുണ്ട്, ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്, ചരിത്രം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം. ഭൂമിശാസ്ത്രം അങ്ങനെ തന്നെ അതിന് 5 മാർക്ക്. ദെൻ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിന് 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 8 മാർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. അപ്പൊ ഈ പറയുന്ന 8 മാർക്ക് നിർണായകമാണ്. ദെൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് 3 മാർക്ക് പഠിക്കണം. ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്നറിയപ്പെടുന്ന മേഖലയിൽ നിന്ന് 4 മാർക്ക്. ദെൻ ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്, കലാ കായികം സാഹിത്യം എന്നറിയപ്പെടുന്ന മേഖലയിൽ നിന്ന് 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്. അപ്പൊ ആനുകാലിക വിഷയങ്ങൾ നിർണായകമാണ്. ദെൻ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നറിയപ്പെടുന്ന മേഖല 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. നമ്മളുടെ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഏരിയ. 6 മാർക്കിലെ ചോദ്യം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഫോറസ്റ്റിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്തൊക്കെയാണ്, റോൾ എന്തൊക്കെയാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അവിടെയും കേരളത്തിലെ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണേ.
ദെൻ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് 7 മാർക്ക് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതിൽ തന്നെ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് ഡെഫിനിഷൻ ഉണ്ട്. ദെൻ പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളുണ്ട്, പ്രധാനപ്പെട്ട ആക്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ട സംഘടനകൾ IUCN തുടങ്ങിയിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത. ദെൻ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്ന മാബുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെല്ലാം പഠിക്കണം. ദെൻ 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതിനകത്ത് പ്രധാനപ്പെട്ട സെക്ഷനുകൾ 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് തുടങ്ങിയിട്ടുള്ള ആക്ടുമായി ബന്ധപ്പെട്ട് അതിലെ പ്രൊവിഷൻസ്, പ്രധാനപ്പെട്ട സെക്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അത്ര ഏരിയ കവർ ചെയ്യുമ്പോൾ ആ ഒരു മേഖല ക്ലിയർ ആയി. ദെൻ ആ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ IT ആക്ട് 2000 IT ആക്ടിലെ 2 മാർക്ക് അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സെക്ഷനുകൾ, പ്രധാനപ്പെട്ട സെക്ഷൻ 43, 43A തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ സെക്ഷനുകളെല്ലാം ഉറപ്പായി നമ്മൾ പഠിക്കണം. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട ഏരിയ അത് തന്നെ PYQ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇത്രയാണ് നമ്മുടെ സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളം എന്നറിയപ്പെടുന്ന മേഖല എടുക്കുമ്പോൾ അതിൽ തന്നെ ഡിവിഷൻ ഉണ്ട്. ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ തന്നെ ഡിവിഷൻ ഉണ്ട്. ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അങ്ങനെയാണ് അതിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ BT ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി 2 ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. 3ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പം 5 മണി മുതലാണ് ക്ലാസ്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതലാണ് ക്ലാസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യേ വേണ്ട, അല്ലാതെ ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. രാവിലെ 5 മണി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ്സും, എല്ലാ ദിവസവും എക്സാമും, എല്ലാ ദിവസവും മൈക്രോ നോട്ടും, എല്ലാ ദിവസവും അതിന്റെ മോക്ക് എക്സാമും ഉണ്ടാകും. അപ്പൊ 5 മണി മുതലാണ് ക്ലാസ്. സിലബസ് ബേസ്ഡ് വീഡിയോ ക്ലാസ് ആയിരിക്കും തരുന്നത്. വീഡിയോ ക്ലാസ്സിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഡെമോ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ മൈക്രോ നോട്ട്സ്, ഈ പറയുന്ന വീഡിയോ ക്ലാസ്സിന്റെ എല്ലാ നോട്ട്സ് ഉണ്ട്, അത് മൈക്രോ നോട്ടായിട്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിച്ച് മാറ്റാൻ പറ്റുന്ന മൈക്രോ നോട്ട്സ് ആയിട്ടാണ് നമ്മൾ തരുന്നത്. ദെൻ ഒപ്പം തന്നെ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിലെ ഓരോ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന 2 സെഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് SCERT ആൻഡ് NCERT ഫാക്ട്, 5ാം ക്ലാസ് മുതൽ +1 +2 സ്കൂൾ ടെക്സ്റ്റ് വരെയുള്ള ഓരോ ചാപ്റ്ററുകളും നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും സോർട്ട് ചെയ്ത് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഗുണകരമാകുന്ന രീതിയിൽ എല്ലാ പോയിന്റും സോർട്ട് ചെയ്യുന്ന കണ്ടന്റ്, മൈക്രോ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഇതിനൊപ്പം തന്നെ മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ മത്സര പരീക്ഷയിലും ട്രെൻഡിങ് ഏരിയ ആയ മാജിക് മന്ത്ര സെഷൻസ് ഉണ്ട്. അതായത് ഉറപ്പായും നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ പരീക്ഷയിൽ വരണമല്ലോ, അതിനുവേണ്ടിയുള്ള മാജിക് മന്ത്ര സെഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ കേരള ജോഗ്രഫി ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ആണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ആണെന്നിരിക്കട്ടെ, സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കിൽ 15 മാർക്കും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ആ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് അതിന്റെ ഡിസ്കഷൻ ഉണ്ട്. അതാണ് മാജിക് മന്ത്ര സെഷൻസ്. അത് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ രാവിലെ 5 മണി മുതലാണ് ക്ലാസ്. നിങ്ങളുടെ സമയം പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വൈകിട്ടാണ് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സമയം. ദെൻ അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ പഠിച്ച് രാത്രി 9 മണിക്ക് ശേഷം അതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. നമുക്കറിയാം, എല്ലാ മേഖലയിലും, ഏത് മേഖല എടുത്താലും നമ്മൾ ആ മേഖലയിൽ എക്സ്പേർട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രവർത്തനം അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ പരീക്ഷ നടത്തുന്നത്. അപ്പൊ ആ പരീക്ഷ നമ്മൾ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനു മുമ്പ് പല പരീക്ഷ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. OMR മോക്ക് എക്സാം തന്നെ അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഈ പറയുന്ന OMR ഷീറ്റ്, PSC ഇൻഫ്ലുവൻസറിന്റെ OMR ഷീറ്റ് നിങ്ങൾക്ക് തരും. ആ ഷീറ്റിന്റെ 10ഓ 15ഓ പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതണം. അതിനകത്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 3rd ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പറയുന്നേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പേരെന്താണോ അതിനുശേഷം BT ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ BFO എന്ന് മാത്രം ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും ഡെമോ ക്ലാസ്സും മറ്റു ഡീറ്റെയിൽസും എല്ലാം വാട്സാപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2025 വരെയുള്ള മുഴുവൻ മത്സര പരീക്ഷയിലും കേരളത്തിലെ മിക്ക ഉദ്യോഗാർത്ഥികളും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. അവരുടെ റിസൾട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഈ റിസൾട്ടും ഡെമോ ക്ലാസ്സും ക്ലാസ്സിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത BT ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതിയെടുത്ത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി സർക്കാർ സർവീസിൽ കയറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.